സൂപ്പർ ലീഗ് കേരള രണ്ടാം സീസണിന്റെ കലാശപ്പോരിന്ന് കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് FC ഏറ്റുമുട്ടും. കണ്ണൂർ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഫൈനൽ മത്സരം. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ, കണ്ണൂരിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം, അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ഒരല്പം മേൽക്കൈ. സൂപ്പർ ലീഗ് കേരള ഫൈനൽ പോരാട്ടത്തിന് കലാശപ്പോരിന് കാത്തിരിക്കുകയാണ് കണ്ണൂരിലെത്തിയ ഫുട്ബോൾ ആരാധകരുള്ളത്. നമ്മളുള്ളത് താരങ്ങൾ വന്നിറങ്ങുന്ന ഗേറ്റിന് തൊട്ട് മുൻപിലാണ്. ഇവിടെ താരങ്ങളെ കാത്ത് തന്നെ ഒരുപാട് ആളുകൾ, കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഒരുപാട് ആളുകളെ നമ്മൾ ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് കാണുന്നുണ്ട്. രണ്ട് ടീമിന്റെയും ജേഴ്സിയാണ് ചെയ്തത്, രണ്ടുപേർ. കണ്ണൂർ വാരിയേഴ്സിന്റെ ഒരാൾ തൃശൂർ മാജിക് FC യുടെ. എന്തുകൊണ്ട് നേരത്തെ തന്നെ പോകുന്നല്ലോ? ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. കളി കാണാനോ? ഫ്ലൈറ്റ് പിടിച്ചു വന്നത്? അതെ, സത്യമായിട്ടും. അതെന്താ ഇങ്ങനെ ഇത്ര ആവേശം? ഫൈനലായെന്ന് കണ്ണൂരും തൃശ്ശൂരും നമ്മൾ കളി കാണുന്ന ഒരു ഇതായിരുന്നു ആവേശം. പെട്ടെന്ന് കളി കാണാൻ വേണ്ടി നാടുപടിയായിരിക്കും. നാടുപടിയാ കണ്ണൂർ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എവിടുന്നാ? തൃശ്ശൂരാ? എപ്പോ പോന്ന്? ഞങ്ങളൊരു 16 ബസ് ഉണ്ട്. അവിടെ നിന്ന് 16 ബസ്സുമായിട്ട് വന്നു എന്ന് അറിഞ്ഞു. 16 ബസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് പൂരമാണ് ഇവിടെ കണ്ണൂരിൽ, തൃശ്ശൂരിന്റെ വക. എന്താണ് ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ മാജിക് FC ഉള്ള എന്താണ് ഒരു പ്രതീക്ഷ? കപ്പ് ഞങ്ങൾ അടിക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഫുൾ കോൺഫിഡൻസിലാണ്. ഞങ്ങളുടെ ടീം എന്തായാലും ജയിക്കും. നമ്മളെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ കണ്ണൂർ നമ്മളെ മണ്ണല്ലേ. ഓക്കെ, എന്തായാലും ഉഷാറാവട്ടെ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഓക്കെ, ഇതാണ് ഗേറ്റ്. താരങ്ങൾ വന്നിറങ്ങാൻ പോകുന്ന അല്പസമയത്തിനകം തന്നെ താരങ്ങൾ ഇങ്ങോട്ട് എത്തും. ഇവിടെ ചുറ്റും നമുക്ക് ആളുകളെ കാണാം. അവിടെ എവിടെ നോക്കിയാലും കണ്ണൂരിന്റെയും തൃശ്ശൂരിന്റെയും ആരാധക കൂട്ടായ്മയാണ് നമുക്ക് കാണുന്നത്. ആര് ജയിക്കും? കണ്ണൂർ തന്നെ. ഉറപ്പാണ്? ഉറപ്പ്. ഫുൾ കോൺഫിഡൻസ്? ഫുൾ കോൺഫിഡൻസ്. എന്താ അങ്ങനെ? ആര് ഗോൾ അടിക്കും? സിനാൻ അടിക്കാം. സെമിയിൽ സിനാൻ അടിച്ചില്ലേ ഗോള്? പിന്നെ ഫൈനലും അടിക്കും. കപ്പും കൊണ്ടുപോകും. എങ്ങനെയുണ്ട്? ഇവിടെ കുറെ കാലത്തിന് ശേഷം വന്ന ഒരു ഫുട്ബോൾ ആണല്ലോ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കണ്ടില്ല, ഇത് കണ്ടില്ല. ഇതൊരു ജനസമുദ്രം ഇവിടെ ഉള്ളത്, അല്ലാതെ സാഗരോ സമുദ്രം തന്നെ ഇവിടെ ഇല്ല. അവിടേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ വലിയ ഒരു കയ്യടിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇതേ തൃശ്ശൂരിൽ നിന്ന് വന്ന ആളുകള്. എങ്ങനെയുണ്ട്? തൃശ്ശൂരിൽ നിന്ന് 16 വണ്ടിക്ക് വന്നു അല്ലേ? 16 വണ്ടി ആഘോഷമായിരുന്നോ? അടിപൊളി. കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ പൂരാന്നൊക്കെ പറയുന്നുണ്ട്. തൃശ്ശൂർ നടത്തും, പക്ഷെ കണ്ണൂരുകാർ വിടില്ല എന്നാണ് അവരും പറയുന്നത്. സ്ട്രോങ് ആണ് കണ്ണൂരുകാർ. കണ്ണൂർ സ്ട്രോങ് ആണ്. ടിക്കറ്റ് കഴിഞ്ഞു, കാലിയായി. ഓക്കെ, ഇവിടെ കണ്ണൂരിന്റെ ആരാധകർ ഒരു വശത്ത്, അപ്പൊ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള ആരാധകർ കൂടിയുണ്ട് കേട്ടോ. ഹായ്, എന്തുകൊണ്ട്? എപ്പോ വന്നു? കുറച്ചു നേരമായി, അരമണിക്കൂറായി. 3:30 എത്തി. എപ്പോ പോന്നു? രാവിലെ പോന്നു. 9:30 ഇറങ്ങി. നേരത്തെ അങ്ങ് ഇറങ്ങി? നേരത്തെ ഇറങ്ങി, ബ്ലോക്കല്ലേ, നേരത്തെ ഇറങ്ങി. 16 വണ്ടിയിലും പാട്ടും ആഘോഷമായിരുന്നു. ജയിച്ചു പോണു, കപ്പടിക്കും. ആരായിരിക്കും ഒന്ന് നമ്മുടെ ഒരു താരം? മാർക്കസ് ആയിരിക്കുമോ? നവീൻ ആയിരിക്കുമോ? മാർക്കസ് ആണ്. ഫൈനലിലേക്ക് വെച്ചാണ്. പിന്നല്ല, സെമിയിലേക്കും ഫൈനലിലേക്കും വെച്ച ആയുധമാണ്. സെറ്റാണ്. നന്നായി കളിക്കും. സെമിയാന്ന് കളിച്ചു. കണ്ണൂരിന്റെ മണ്ണിന്ന് കപ്പ് തൃശ്ശൂർ കൊണ്ടുപോകൂല. ഗംഭീരാട്ടെ. ആരാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? സിനാൻ എന്തായാലും ഇന്ന് ഓടിക്കും. കണ്ണൂർ 2-1 കണ്ണൂരിന്ന് തൂക്കും. 2-1 കണ്ണൂർ തൂക്കും. 2-1. ഓക്കെ, എന്നാൽ വലിയ പ്രതീക്ഷയിലാണ് കണ്ണൂരിന്റെയും ഒപ്പം തന്നെ തൃശ്ശൂരിന്റെയും ആരാധകരുള്ളത്. കപ്പ് ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല എന്ന് കണ്ണൂരുകാർ പറയാണ്. എന്നാൽ അങ്ങനെയല്ല, 16 ബസ്സും വെച്ചാണ് ഞങ്ങൾ വന്നത്. കപ്പ് നമ്മൾ കൊണ്ടുപോകും. ശക്തന്റെ മണ്ണിലുണ്ടാവും കപ്പ്. ശക്തന്റെ മണ്ണിലുണ്ടാവുന്നത് തൃശ്ശൂരുകാരും പറയാണ്. വാശിയേറിയ പോരാട്ടത്തിനാണ്. 4-1 സ്കോർ ഇവിടെ പ്രവചിച്ചു. 4-1. ഓക്കെ, എന്തായാലും രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സെമി ഫൈനലിൽ കണ്ണൂർ കാലിക്കറ്റിന്, അതുവരെ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് കാലിക്കറ്റിനെ പരാജയപ്പെടുത്തിയാണ് കണ്ണൂർ വരുന്നത്. മുഹമ്മദ് സിനാന്റെ 71-ാം മിനിറ്റിലെ പെനാൽറ്റി ഗോളിൽ ഫൈനലിലെത്തി. ഫൈനൽ പ്രവേശിച്ച കണ്ണൂര് വലിയ ആത്മവിശ്വാസത്തോടെ സ്വന്തം മണ്ണിൽ ഇറങ്ങുകയാണ്. മറുവശത്ത് മലപ്പുറത്തെ മലർത്തിയടിച്ചാണ് തൃശ്ശൂർ മാജിക് FC എത്തുന്നത്. മാർക്കസ് ജോസഫ് എന്ന മജീഷ്യന്റെ ഹാട്രിക് മികവിലാണ് തൃശ്ശൂർ മാജിക് FC മലപ്പുറത്തെ അവരുടെ മണ്ണിൽ തോൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏതായാലും ഒരു വാശിയേറിയ പോരാട്ടത്തിന് തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ മത്സരത്തിന് വ്യത്യസ്തമായി ഇത്തവണ കണ്ണൂരിൽ സെർദിനാരോ
അസിയർ ഗോമസ് കോമ്പിനേഷൻ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ടീം അല്പസമയത്തിന് തന്നെ എത്തും. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം കണ്ണൂരിൽ നിന്ന് മഹേഷ് പോലൂർ, മീഡിയ 1.